അല്ല, ഇതൊരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. തെരഞ്ഞെടുപ്പും അവരുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ടതൊക്കെ. അപ്പൊ എല്ലാ കാലത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവല്ലോ. ഇപ്പം ഇതുപോലുള്ള കേസുകളും പ്രശ്നങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെയും മനസാക്ഷിക്കനുസരിച്ചും വിശ്വാസത്തിനനുസരിച്ചും വോട്ട് ചെയ്യാന്നുള്ളൂ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത് പ്രാദേശിക വികസനം സ്ഥാനാർത്ഥികളാണ് നോക്കുന്നത്, പൊതു രാഷ്ട്രീയം എങ്ങനെയാണ്? അത് രണ്ടും അതിന്റെ ഘടകമാണ്. മാത്രമല്ല പേഴ്സണലും കൂടിയാണ്. പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അടുപ്പം കൂടെ പലരും കണക്കിലെടുക്കും. കാരണം അവർക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരാൾ അങ്ങനെയാണല്ലോ. ഏറ്റവും അടുത്തുള്ള നമുക്ക് ബന്ധപ്പെടാവുന്ന ഒരാൾ, അതാണ് മെമ്പർ, ഏറ്റവും അടുത്ത മെമ്പർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വൈഡറാവും അതിന്റെ ഒരു ഔട്ട്ലുക്ക്. കാരണം മൊത്തം സംസ്ഥാനത്തിന്റെ വികസനം, സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗതിയെ പറ്റിയിട്ടുള്ള നമ്മളുടെ വിലയിരുത്തലൊക്കെ വരും അതിൽ. പിന്നെ മറ്റു തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചും കൂടെ വിശാലമാവും. എന്തായിരുന്നു മനസ്സിൽ ചുരുക്കം പറഞ്ഞാൽ? അത് ഇതുവരെ ഒരു സംസ്ഥാന ഭരണത്തില് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുവല തന്നെയാണ്. കാരണം അടുത്തതുകൊണ്ട് വളരെ അടുത്ത് തന്നെയല്ലേ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള ചൂണ്ടുവലയാണ്. അല്ല, എന്തായിരുന്നു വോട്ട് ചെയ്തപ്പോ ഇന്നത്തെ മനസ്സിൽ? ഇന്ന് വോട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ മനസ്സിലോ? ഇന്ന് എന്തായിരുന്നു മനസ്സിലായി? കുറച്ചുകൂടെ എന്റെ പേരിൽ ആരും കള്ളവോട്ട് ചെയ്യരുത്.